അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 80 വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവരെ കൊട്ടാരങ്ങൾക്ക് നടുവില് ഭാര്യമക്കളുടെ കൂടെ ഒരിക്കൽ പോലും പട്ടിണി എന്തെന്നറിയാതെ കഠിന പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സലാലയിലാട്ടുള്ളത്. കുറച്ച് ദിവസം ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇനിയോട് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സലാല എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആഴ്ചയുടെ മേലെ അയക്കുന്നത്. അപ്പോൾ ഇന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഒറ്റയ്ക്കല്ല, കൂടെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കാണിച്ചു തരാം. ഇവരൊക്കെ നമ്മളെ കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ പാപ്പനാണ്. പാപ്പൻ്റെ പേര് ഒന്നാണ്. ഏട്ടൊന്ന് പറ്റിയൊരു കളി. ഞാൻ പ്രശാന്ത്. ഞാൻ സലാലയിൽ 15 വർഷമായിട്ട് 25 വർഷം സലാലാണ്. ഉണ്ടാണ്. നാട്ടിലേതാണ്? നാട്ടില് കണ്ണൂര്. കണ്ണൂർ കൂത്തുപറമ്പ്. പറഞ്ഞാണ്. വേറെ ആ ബോസ് ഒന്ന് പൈസ പറ്റി കളി. ഞാൻ രാജൻ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കോഴിക്കോടാണ്. ഇവിടെ ഫോട്ടോസ് ജോലി ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മൾ ഇന്നിപ്പോ അങ്ങോട്ട് പോകുന്നത്? ഇന്ന് നമ്മൾ പോകുന്നത് അയ്യൂബ് നബിയുടെ കാൽപാദം സ്ഥലത്തേക്ക്. സലാല ടൗണിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് ദൂരം കാണിക്കുന്നത്. അതായത് അയ്യൂബ് നബീന്റെ കാൽപാദം പതിഞ്ഞ അതുപോലെ കബറിന്റെ ഉള്ള സ്ഥലത്തേക്ക് കേട്ടോ. ഇവിടെ എങ്ങനെയാ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 229 പൈസയാണ് നമുക്ക് ലിറ്ററിന് വരുന്നത്. അതായത് നാട്ടിലത്തെ ഏകദേശം ഒരു 40-42 രൂപ എടുത്ത് വരും അല്ലേ, ഫുൾ ടാങ്ക് അടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയിപ്പോ അവിടെ നേരെ ഇനി കറങ്ങാൻ പോവാണ്. സലാല എയർപോർട്ട് റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ആയനെക്കൊണ്ട് തന്നെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. കണ്ടില്ലേ, റോഡൊക്കെ ഫുള്ള് കാലിയായിട്ട് കിടക്കുക കേട്ടോ. എന്ത് രസമല്ലേ റോഡൊക്കെ കാണാൻ. ഇതിപ്പോ നമ്മുടെ എയർപോർട്ടിൽ സൈഡിൽ കൂടെ പോകുന്നല്ലേ? ഈ സൈഡിലാണ്, ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് എയർപോർട്ട് വരുന്നത്. നമുക്ക് ഇവിടെ തന്നെയാണ് ഇത് വരുന്നത്, അങ്ങോട്ടുള്ള എയർപോർട്ടിലേക്ക് റോഡ്. ഇതാ ഈ കാണുന്ന കേട്ടോ നമ്മുടെ എയർപോർട്ട്, സലാല എയർപോർട്ടാണ് അവിടെ കാണുന്നത്. ആ കാണുന്ന കുഞ്ഞ് എയർപോർട്ടാണ്. പക്ഷെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള എയർപോർട്ടാണ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ വന്ന ടൈം കുറച്ച് നേരം വൈകി പോയില്ലേ? കുറച്ചും കൂടെ മുന്നേ വരണ്ടേ ഖരീഫിന്റെ ടൈമില്. എന്തായാലും ചുറ്റും കണ്ടല്ലേ മഴയൊക്കെ പോയി. ഒന്ന് ഡാർക്ക് കളർ അയക്കുന്നത്, പക്ഷെ ഫുള്ള് എല്ലാത്തും ഖരീഫ് ടൈമിലാണെങ്കിൽ മൊത്തമായിട്ട് എന്താ ഗ്രീനിഷ് ആയി കിടക്കും കേട്ടോ. ഇവിടെ മുതൽ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഹൈറ്റിലാട്ടോ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഹാപ്പിനൊക്കെ കയറി മേലോട്ട് കയറാനുണ്ട്. ഇതാ പോകുന്ന വഴിയിൽ നമുക്ക് ഇതാ ഒട്ടകത്തിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുറച്ചെണ്ണം ഉണ്ടല്ലോ ഇത്. അങ്ങനെ പറഞ്ഞപ്പോ ആയുനബീൻ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഈ ജബൽ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. താഴെയാണ് നമ്മൾ സലാല വരുന്നത്. അപ്പൊ അവിടുന്ന് ഏകദേശം ഇപ്പോൾ ഒരു 10-30 കിലോമീറ്റർ മേലോട്ട് കയറിയിട്ടുള്ളൂ. ഇനി കുറെ പോകാണ്ട്. അപ്പൊ ഈ ഒരു സീനറി കണ്ടപ്പോൾ വെറുതെ നിർത്തി അവിടെ. എന്ത് രസമല്ലേ കാണാൻ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫുള്ള് ഒന്ന് ഉണങ്ങിയിരിക്കുന്നത്. ഇത് നമ്മളിപ്പോ ഖരീഫ് കഴിഞ്ഞേരം കൊണ്ട് തന്നെ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഫുള്ള് ഉണക്കത്തിന്റെ ടൈമാണ്. പക്ഷെ നമ്മൾ ഖരീഫിന്റെ ടൈമിൽ വരികയാണെങ്കിൽ ഇവിടെ മൊത്തം ഫുള്ള് പച്ച കളറിലേക്ക് ഏരിയ മൊത്തം മലകളൊക്കെ ഫുള്ള് പച്ച നിറത്ത് കഴിയും കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ദൂരം പോകാണ്ട്. എന്തായാലും ഇനി പോകുന്ന വഴി നമുക്ക് കുറേ കാഴ്ചകൾ കാണാണ്ട്. അത് കാണുന്ന കേട്ടോ ഒമാൻ്റെ നാഷണൽ ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ ഈ ഫ്ലാഗ് കാണുന്ന ഈ ഏരിയകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഇതേമാതിരി ഫ്ലാഗ് ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ വരെ ഫ്ലാഗ് ഉണ്ടാവില്ല. അവിടെ ഒരു ഫ്ലാഗ് അതാ ഒക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഇനി അയ്യൂബ് നബീനെ മക്ബറേനെ അങ്ങോട്ടേക്ക് പോകാനുള്ളൂ. അയ്യൂബ് നബീന്റെ ചരിത്രം അറിയാൻ വേണ്ടി ഒരു പ്രഭാഷണം ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 80 വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവനെ കൊട്ടിഞ്ഞ് വീഴുകയാണ്. പല ഭാര്യകളും മരിച്ചു. പട്ടിണി എന്നറിയാൻ നഷ്ടപ്പെടുകയാണ്. ഒരു അയ്യൂബ് രോഗമാണ് കൊടുത്തത്. രോഗം രാവിലെ നോക്കുമ്പോൾ ഇടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാ. തന്റെ വീടിടിഞ്ഞ് വീഴുകയാണ്. പല ഭാര്യയും മക്കളും മരിച്ചു. പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഒരു മാരക രോഗമാണ് കൊടുത്തത്. രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇവിടെ എത്തിയതിനു ശേഷം എന്തെങ്കിലും കുളമുണ്ട് താഴെ, എല്ലാവരും ക്ഷമിച്ചതിനു ശേഷം രോഗം മാറുകയും അങ്ങനെ ഇവിടെ താമസിക്കുകയാണ് വന്നത്. ഇത് അയ്യൂബ് നബീന്റെ കാൽപാദമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ അയ്യൂബ് നബീന്റെ മക്ബറ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നപ്പോൾ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ക്ഷമിക്കണം. നല്ല മാങ്ങല്ലേ കിട്ടുന്നില്ല താഴെ പോയത്.
और दूसरा कुछ നല്ല മധുരമല്ലോ അല്ലേ? പേരക്ക कौन सा मसाला में वो भी लो അപ്പോൾ നമ്മൾ കുളം കാണാൻ വേണ്ടി പോവാണ്. അതായത് അയ്നബീന് കാല് കഴുകിയ സ്ഥലം എന്ന് പറയുന്നത്. കുളിച്ചല്ലേ? എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് നടക്കാണ്ട് കേട്ടോ. അവിടെ മേലെ വണ്ടി ഇറങ്ങി വെച്ചിട്ട് ഇങ്ങനെ തഴവോട്ട് നടക്കാണ്ട്. കുറച്ച് നടക്കാണ്ടില്ലേ അങ്ങോട്ടേക്ക്? ഇത് മറ്റേ ഈ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് അല്ല, ഈ ഖരീഫിന്റെ ടൈം ആണെങ്കിൽ ഫുള്ള് പച്ച വയ്ക്കില്ല അവിടെ. ഇതേ അവിടെ കണ്ടോ ആടുകൾ മെയ്യുന്നത്? അത്യാവശ്യം ദൂരം കേട്ടോ അത്. കണ്ടോ ഇത്ര ദൂരമാണിത്. ഒരാളുണ്ട് കൂടെ, ആട്ടിനെ മേയ്ക്കുന്ന. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ, ഇത്ര ദൂരം തന്നെ. അതിനുള്ളിലൊക്കെ ചെറിയ കൊത്തുപണി പോലെ കണ്ടല്ലോ അതിനുള്ളിലൊക്കെ. അപ്പൊ ഇതാണ് കുളം കേട്ടോ. കുളം തന്നെയല്ലേ? കുളം തടാകം എന്നൊക്കെ പറയാം. എന്തായാലും എത്ര ഹൈറ്റിൽ ഇങ്ങനെ ഒരിത്. മീനൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ മുകളിലോട്ട് കയറി വെക്കാം. അവിടെ അതിന് ഉള്ളിൽ നിന്നാണ് വരുന്നത് തോന്നുന്നല്ലേ? പാറേൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പാറേനൊക്കെ ഡിസൈൻ നോക്കല്ലേ? ഒരു ഗുഹ പോലെ കേട്ടോ ഇത്. ഇതൊക്കെ തിരിച്ചു കയറും. താഴെയായിട്ടാണ് ഇങ്ങനെ. സലാലയിലേക്ക് വരുന്നവർക്ക് എന്തായാലും മിസ് ചെയ്യാണ്ട് വരേണ്ട സ്ഥലം തന്നെ കേട്ടോ ഇത്. അയ്നബീൻ്റെ കാൽപ്പാദം വരുന്ന സ്ഥലം കേട്ടോ. എന്തായാലും അപ്പം ഇനി പറഞ്ഞ് തിരിച്ചു പോവാം. എന്ത് രസമല്ലേ കാണാൻ? എത്ര ഏരിയ വരെ ഇങ്ങനെ. ഇതൊക്കെ തിരിച്ചു കയറും. അവിടെയൊക്കെ ഒട്ടകമുണ്ട്. സലാലയിലേക്ക് വരുന്നവർക്ക് എന്തായാലും വരേണ്ട സ്ഥലം തന്നെ കേട്ടോ ഇത്. കാൽപ്പാദം വരുന്ന സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ താഴെ വരെ പോയത്. അവിടെ താഴെ വരെ പോയിക്കുന്നത്. എന്ത് രസമല്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകും. എത്ര ഏരിയ വരെ ഇങ്ങനെ. അവിടെയൊക്കെ ഒട്ടകമുണ്ട്. ഉണ്ടല്ലോ അവിടെയൊക്കെ ഒട്ടകത. ഒരുപാട് ഒട്ടകമുണ്ട് കേട്ടോ. ഒരു ഒട്ടകത അവിടെ. നമ്മളിപ്പോൾ അവിടെ താഴെ വരെ പോയത്. അവിടെ താഴെ വരെ പോയിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകരുത്. അപ്പോൾ അതാ നമ്മൾ സലാലത്തെ അടുത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഗർസീസ്. ഒരു മല വെള്ളച്ചാട്ടം ഗുഹ ഒക്കെ ഉണ്ടല്ലേ? ഇവിടുത്തെ ഒരു ഗുഹ നോക്ക്. പണ്ട് കാലത്തെ സംഭവമായിരിക്കും അല്ലേ? അല്ല എന്താ ഉണ്ടാവും അതിനുള്ളില് നോക്കില്ലേ? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ഉണ്ടാവാൻ മതിയോ. നാച്ചുറൽ ഗുഹ എന്നൊക്കെ പറയുന്നവര്. അതുപോലെ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഉണ്ട്. ഞാൻ നാളെ പോയി കാണിക്കട്ടെ. നോക്കില്ലേ ചുറ്റും ഇങ്ങനെ മല ഇങ്ങനെ എന്താ പറയുക ചെത്തി ഇതാക്കി എടുത്താൽ മാതിരി താഴ്വാരം. അതിൻ്റെ താഴത്ത് അവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അരുവിയുണ്ട്. അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ സലാലയിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. ആരെങ്കിലും സലാലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒന്നും മിസ്സാക്കരുതേ. ഇവിടുത്തെ കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഒരു ഉരുളൻ ടൈപ്പ് കല്ലുകൾ കേട്ടോ. നീന്താൻ പാടില്ല എന്നൊക്കെ ബോർഡുണ്ട് അവിടെ സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം അങ്ങോട്ടേക്ക്. ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷെ വെള്ളത്തിന് അപാര ക്ലാരിറ്റി കേട്ടോ. നമ്മളെന്താ പറയുക, ഈ കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അതാട്ടോ ഇത്. എന്ത് ഭംഗിയാ അറിയോ കാണാൻ. ഒരു ലൈറ്റ് നീല കളറായിട്ട്. ഇവിടേക്ക് പാറ നോക്കും. ഇവിടുന്നൊക്കെ ഇതൊക്കെ വന്ന് കാണേണ്ട കാഴ്ച കേട്ടോ. അതുകൊണ്ടോ എന്ത് രസാല്ലേ. ഇവിടെയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസാല്ലേ കാണാൻ. വെള്ളം ഒഴുകുന്നൊക്കെ ഉള്ളിന്ന്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ ഒരുപാട് വാഴത്തോട്ടങ്ങളും കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാനുണ്ടോ നമ്മൾ അടുത്ത് പോകുന്നത്. ആംബിയൻസ് ഉണ്ട് കേട്ടോ അവിടെ.
നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ ഒരുപാട് വാഴത്തോട്ടങ്ങളും കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാനാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇത് കണ്ടില്ല നിങ്ങള്, ഇത് കണ്ട നമ്മുടെ നാടല്ലാന്ന് ആരെങ്കിലും പറയോ? നോക്കില്ലേ, തെങ്ങൊക്കെ നോക്ക്, വാഴത്തോടുണ്ട്. ഗോപാട്ട് നമുക്ക് ഉള്ളിട്ട് കയറി വെക്കലൊക്കെ വരില്ലേ? എല്ലാരും വരി, നമുക്ക് പോവാം. ഇത് ശരിക്കും കർമ്മൂസ് ഉണ്ട്, തെങ്ങുണ്ട്, നാട് തന്നെയല്ലേ. തെങ്ങിനൊക്കെ നല്ല വിധുണ്ടല്ലോ ഇവിടുത്തെ, വണ്ണം കൂടുതലുള്ള. മൊത്തം കൃഷിയല്ലേ. ഇത് നമ്മളെ നാട്ടില് നാട്ടിൻപുറത്തോടെ നടക്കുന്ന കാര്യണ്ട് കേട്ടോ. നാട് തന്നെ ആണോ? ആ, വെള്ളല്ലേ. ഒരു വാഴത്തോട്ടം. ഇവിടെ ഈ വെള്ളമൊക്കെ എങ്ങനെയാണ്? ഇത് അല്ല ഇവിടെ എന്താണ്, ഇവിടെ ഉപ്പുവെള്ളല്ലേ, കടലല്ലേ, വേറെ എന്തെങ്കിലും? ആ, കിണറായിക്കില്ലേ? ആ, തൊട്ടപ്പുറത്ത് തന്നെ കടലോട്ടോ വരുന്നത് ഇതിന്റെ. ഓ, മീനുണ്ടല്ലോ, ഷാർക്ക് ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ. ഗപ്പി. ആ, അവിടെ പകുതി വരെ ഇല്ലേ, പകുതി വരെ മോട്ടടിക്കുമ്പോൾ കുറവുള്ളൂ. പിന്നെ വീണ്ടും അതുപോലെ തന്നെ. ഇത് വെള്ളം ഇതുണ്ടോ? പിന്നെ ഉണ്ടോ അങ്ങനെ ഇതുണ്ടോ ഉപ്പിന്റെ? ആ, അടിയില ഷാർക്കും പിന്നെ മറ്റേതു ഓസ്കാർ അല്ല കോയി കാർപ്പോലെ. നല്ല വെള്ളം, വെള്ളത്തിന് നീല കളറാണ് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ. ഇതിപ്പോ കിണറിന്ന് നേരെ ഇതിലേക്ക് പമ്പ് ചെയ്യില്ലേ? എന്നിട്ട് ഓ, അങ്ങനെയാണ് വാട്ടർ സിസ്റ്റം കേട്ടോ, ഡ്രെയിനേജ് മാറി ഇതിലെ നേരെ കൃഷിത്തോട്ടത്തിലേക്ക് പോകട്ടെ. എന്നിട്ട് നല്ലൊരു സെറ്റപ്പ് കേട്ടോ. ആ, ആവശ്യം വന്നാൽ അതിൽ കിടന്ന് കുളിക്കുകയും ചെയ്യാം. ആ, നമ്മളിപ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഹാഫ് അല്ലേ? ഓക്കെ. ഇപ്പഴത്തെ കടലാട്ടോ. നമ്മളിപ്പോ സലാലയിൽ നിന്ന് ദർബാദ് എന്ന സ്ഥലത്തിലേക്ക് പോവാട്ടോ. പോകുന്ന വഴിയിൽ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാ. അവിടെ കാണുന്ന കടലാട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് വണ്ടി മാറി ഇസൂസിനകത്താട്ടോ പോകുന്നതിന് അങ്ങോട്ടേക്ക്. ഇവിടെ കഫൊക്കെ വരുന്നുണ്ട്, ദർബാദ് കഫേ പറഞ്ഞ അവിടെ കഫയൊക്കെ ഉണ്ട്. വണ്ടിന്ന് ചെറുതായിട്ട് സൈഡാക്കിയായിരുന്നു. എന്ത് വ്യൂ ആണ് ഇവിടുത്തെ വ്യൂ നോക്ക്. മുകളിൽ മല, താഴെ മല, അപ്പുറത്ത് കടല്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബാദി ദർബാദ് എന്ന സ്ഥലം. നമുക്ക് എന്നാ ഉള്ളിലേക്ക് കയറി നോക്കല്ലേ, ദർബാദ് പാർക്ക്. ആദ്യം ചായ കുടിക്കാൻ എന്നിട്ട് അങ്ങോട്ട് കയറല്ലേ. അപ്പൊ ഒരു വെറൈറ്റി സാധനം. എന്താ ഇതിന്റെ പേരെന്തേനും? ഫത്തിയ പറഞ്ഞ സാധനം നാട്ടിലില്ലേ? നാട്ടിലുണ്ടല്ലേ, ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇന്നലെ കഴിച്ചു നോക്കല്ലേ? എടുക്കടി വരുന്നില്ല അവിടെ. ആ, ചീസും കോഴിമുട്ട ഇട്ടോ അതിനുള്ളില്, തേനും. ആ, ഇതപ്പോ കടല് വലിയ സ്ഥലം അല്ലേ? അല്ല, അതെ. അപ്പോ കടല് ഉൾവലിയ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അവിടെ മുകളിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഇതായതിൻ്റെ ഇവിടെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ആ മുകളിലത്തെ ഭാഗം കണ്ടോ. ഇവിടെ ഒരു പാർക്ക് കേട്ടോ, നല്ല ആംബിയൻസാ.
പാപ്പനെന്താ കുതിരപ്പുറത്ത് കയറാൻ പോകുന്നത്. നടക്കുവോ? നടക്കുവോ? ഇത് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആവുന്നല്ലേ സലാലത്തെ ദർബാർ. ആ നമ്മളെ അടുത്ത പോലെ ഇവിടെ ഫീ ഒന്നും ഇല്ല അല്ലേ? ഉള്ളിൽ എൻട്രി ഫീ ഒന്നും ഇല്ല അല്ലേ? ഇവിടെ ആളാണെങ്കിൽ വണ്ടി വെക്കാൻ ഒരു ഫീ, ഇതിനുള്ളിൽ കയറാൻ വേറൊരു ഫീ. ഒട്ടകം. ഈ ഏരിയ മൊത്തം കടലിന് അടിയിലായിരുന്നല്ലേ പറയപ്പെടുന്നല്ലേ? കടൽ വലിഞ്ഞാന്ന്. ആ ഓ വെള്ളം എത്ര ക്ലിയറാണേ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളാട്ടോ. മീനത് അയ്യാ, ഇത് മൊത്തം മീനാട്ടോ, കാണാൻ പറ്റുന്ന അതാണ്ടോ ഈ ഏരിയ മൊത്തം എന്നല്ല, ഇത് ഫുള്ള് മീനാണല്ലോ. ദർബാർ പാർക്ക് കണ്ടോ, ഇവിടൊക്കെ മൊത്തം മീനാട്ടോ.